ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോലീസ് ഡ്രൈവർ തസ്തികയെ അടിസ്ഥാനമാക്കിയ വിവിധ യൂണിഫോം തസ്തികകളുടെയും എല്ലാം പൊതുവായ സിലബസിനെ ഉൾപ്പെടുത്തിയ സുപ്രധാന നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് പരിശോധിക്കുക. പല ഭാഗങ്ങളും ഇത് നിങ്ങളുടെ സിലബസിലെ ഭരണഘടന, സിവിക്സ്, സ്പെഷ്യൽ ടോപ്പിക് എന്നിവയിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന പ്രീവിയസ് ചോദ്യങ്ങളെ മാത്രം ആധാരമാക്കിയ ഈ ഒരു സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോ പോലീസ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള തീവ്രമായ പരിശീലനം നടത്തുന്ന എല്ലാവരും നല്ല പൂർണ്ണമായിട്ടും ഈ ക്ലാസ് ശ്രദ്ധിക്കാനും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും തയ്യാറാകുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? അതായത് നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായിട്ടും മനുഷ്യാവകാശത്തിന്റെ ഡെഫിനിഷനിൽ, നിർവചനത്തിൽ വരുന്നവ എന്തല്ല? ഒന്ന്, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം. 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. 4, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒന്നാമത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും എന്നുള്ളത് അപൂർണമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജീവനും സ്വത്തില്ല, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഒക്കെ അവകാശം നൽകുന്ന, അധികാരം നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ മാന്യതയ്ക്കും ഒക്കെ സംരക്ഷണം നൽകുന്നതെന്നാണ് പറയുക. അതുപോലെ 2, ഇപ്പൊ 1 മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റിന്ത്യൻ നിയമങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം. ഇന്ത്യയിലെ നിയമങ്ങളിലും ഭരണഘടനയിലും പറയുന്ന അവകാശങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പൂർണ്ണമാണോ? അല്ല, അപൂർണമായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3ാമത് നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല, അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം, അതും പൂർണ്ണമായ അല്ലേ? 4, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. എന്താണ് ശരി? അപ്പം സ്റ്റേറ്റ്മെന്റ് നമ്പർ പിന്നീട് ബി, ഓപ്ഷൻ ബി അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരി എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരി. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എന്തുവാണ് അങ്ങനെ പറയാൻ കാരണം നോക്കുക. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരം മനുഷ്യാവകാശം എന്നാൽ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. കണ്ടോ, ജീവന്, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതും മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്നതുമായിട്ടുള്ള പ്രത്യേക നിയമങ്ങളും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നതാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം, ഡെഫിനിഷൻ. അപ്പോൾ ഓർത്തിരിക്കണം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരം എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തിന്റെ നിർവചനം, ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പ്രീവിയസ് ചോദ്യം കേരള ബേസിൽ ചോദിച്ചത് കണ്ടോ നിങ്ങൾ? അപ്പൊ എന്താ നിർവചനം പഠിച്ചേ? ജീവൻ, ഒരു മനുഷ്യന്റെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും മറ്റ് ഇന്ത്യയിലെ നിയമങ്ങളിൽ പ്രതിപാദിക്കുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതുമായ എല്ലാത്തരം വ്യക്തികളുടെ അവകാശങ്ങളും എന്നാണ് മനുഷ്യാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറക്കാതിരിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. 2, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്ത്? അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. 1, അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. 3, 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത്. 4, ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരം അപേക്ഷകന് നൽകുന്നിടത്ത്. 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ശരി ഉത്തരം അത് 1, 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, 1ാമത്തെ കണ്ടീഷൻ എന്തായാലും നമുക്കറിയാം, ഒരു BPL വ്യക്തിയാണെങ്കിൽ, ഒരു BPL വ്യക്തിക്ക്, അതായത് ബിലോ പോവർട്ടി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് എന്തില്ല,
അപേക്ഷകൾക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് ഫീസ് നൽകേണ്ടതില്ല എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ 1 എന്നുള്ളത് ശരി ഉത്തരമാണ്. അപ്പോൾ 1 വരുന്ന പക്ഷേ നമുക്കറിയാം 3 ക്ലോസുകളുണ്ട്. 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നത്. അതായത് സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു വിവരാവകാശ അപേക്ഷ ലഭിച്ചാൽ ആ വിവരാവകാശ അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ, അത് അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള 30 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് നൽകിയിരിക്കണം? മറുപടി നൽകിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അഥവാ നിർദ്ദിഷ്ട ദിവസത്തിനുള്ളിൽ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലോ സമർപ്പിക്കുന്നത് 35 ദിവസത്തിനുള്ളിൽ. ഒരു വ്യക്തിയുടെ ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ 48 മണിക്കൂർ. ഈ 3 ക്രൈറ്റീരിയയാണ് വരുന്നത്. നോക്കുക, 30 ദിവസം, 35 ദിവസം, 48 ദിവസം പൊതു. പിന്നെ തേർഡ് പാർട്ടി ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, മൂന്നാം കക്ഷി വിവരം ഉൾപ്പെട്ട വിഷയമാണെങ്കിൽ നമുക്കറിയാം 40 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പിന്നെ 1-ാം അപ്പീൽ സമർപ്പിച്ചതിന് ശേഷമാണെങ്കിൽ വീണ്ടും കാലാവധി. അപ്പൊ പൊതുവായ മാനദണ്ഡം എടുത്ത് പരിശോധിക്കുമ്പോൾ വിവരാവകാശ അപേക്ഷ എന്ന് പറയുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ 30 ദിവസം. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവസാന ഡേറ്റ്, അപേക്ഷ നൽകി അവസാന ഡേറ്റ് കഴിയുമ്പോൾ ഈ വിവരാവകാശ മറുപടി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആ മറുപടി സൗജന്യമായി നൽകേണ്ടതാണെന്നൊരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് അപേക്ഷ നൽകിയ 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് ഫീസ് ഇല്ലാതെ സൗജന്യമായി നൽകണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 7. അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 7 എന്നറിയപ്പെടുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് നൽകുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ്. അത് അവധി ദിവസങ്ങൾ ഉൾപ്പെടെയാണെന്ന് ഓർക്കണം. അപേക്ഷ നൽകുന്നത് ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു 35 ദിവസത്തിനകമാണ്. ഒരു വ്യക്തിയുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകേണ്ടതാണ്. എന്നാൽ പ്രസ്തുത കാലാവധിക്കുള്ളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകാൻ കഴിയാതിരുന്നാൽ അപേക്ഷ നിരസിച്ചതായി കണക്കാക്കപ്പെടുകയും ആവശ്യപ്പെടുന്ന വിവരം സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ വിവരം അപേക്ഷകന് സൗജന്യമായി, കണ്ടോ, ഫീസ് ഇല്ലാതെ നൽകേണ്ടതാണെന്ന് പറയുന്നു. ഇനി 3-ാം കക്ഷി, തേർഡ് പാർട്ടി. ആരാണ് തേർഡ് പാർട്ടി എന്നല്ല നിങ്ങൾ വിവരാവകാശ നിയമത്തിൽ പഠിച്ചു കാണും. ആരാണ് 3-ാം കക്ഷി? അതൊരു വ്യക്തിയാകാം, പൊതു അധികാര സ്ഥാപനമാകാം, കമ്പനിയാകാം, പ്രസ്ഥാനമാകാം, കൂട്ടായ്മയാകാം. തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഉൾപ്പെടുന്ന വിഷയമാണെങ്കിൽ നമുക്കറിയാം മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. മറന്നുപോകരുത്, ഒരു 3-ാം കക്ഷി വിവരം ഉൾപ്പെടുന്ന വിഷയമാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 40 ദിവസത്തിനുള്ളിൽ. എന്തുകൊണ്ടാണ് 40 ദിവസം വരാൻ കാരണം? 3-ാം കക്ഷിയുടെ അഭിപ്രായം ആരായാൻ വേണ്ടുന്ന സമയപരിധി 5 ദിവസമാണ്. ഉണ്ടോ? അതുപോലെ തന്നെ 3-ാം കക്ഷി മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറേണ്ട സമയപരിധി 5 ദിവസമാണെന്നെല്ലാം ഓർത്തിരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ 1-ാം അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ ഈ വിവരാവകാശ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം. അപ്പോൾ 1-ാം അപ്പീലിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ അപേക്ഷ കൊടുത്ത് സമയപരിധി അവസാനിക്കണം, അല്ലെങ്കിൽ മറുപടി ലഭിച്ചിരിക്കണം. മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ 1-ാം അപ്പീൽ സമർപ്പിക്കാം. ഏതിനുള്ളിൽ? സമയപരിധി അവസാനിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിച്ചു കഴിഞ്ഞ് എത്ര ദിവസം? 30 ദിവസത്തിനുള്ളിൽ 1-ാം അപ്പീൽ സമർപ്പിക്കാം. 1-ാം അപ്പീൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ ആണ്. മതിയായ കാരണമുണ്ടെങ്കിൽ രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ മറുപടി 1-ാം അപ്പീൽ പരിഹാരം കാണാം. ഇനി 2-ാം അപ്പീലോ എത്ര ദിവസത്തിലാണ്? 90 ദിവസത്തിനുള്ളിലാണ് 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. കാലാവധി അവസാനിച്ച് അല്ലെങ്കിൽ 1-ാം അപ്പീൽ പ്രകാരമുള്ള മറുപടി ലഭിച്ചു കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ 2-ാം അപ്പീൽ സമർപ്പിക്കാം. 2-ാം അപ്പീൽ പക്ഷേ തീർപ്പ് കൽപ്പിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ കാലാവധി പറയുന്നില്ല എന്നും ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഡാഷ് ആണ്. ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഓപ്ഷൻ ബി ഭരണഘടനാ ബോഡി, ഓപ്ഷൻ സി ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല, ഡി അധിക ഭരണഘടനാ ബോഡിയാണ്. ഒറ്റ ഉത്തരം ശരിയുള്ളൂ. ഏതാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കണം. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു
സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, പ്രോത്സാഹനം എന്നിവയെക്കുറിച്ച് ദേശീയ തലത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി 91 ഒക്ടോബറിൽ എവിടെ ചേർന്ന പാരീസിൽ ചേർന്ന അന്താരാഷ്ട്ര ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞു വന്ന തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്ഥാപനം രൂപീകൃതമായെന്ന് നമുക്കറിയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം, മുദ്രാവാക്യമാണ് എന്താണ്? സർവേ ഭവന്തു സുഖിനഃ എന്നാണ്. സർവേ ഭവന്തു സുഖിനാം എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ചോദിക്കാം ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ആരാണ് ചോദിച്ചാൽ ശിവരാജ് പാട്ടീലാണ്. ആദ്യ ആക്ടിംഗ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് ശിവരാജ് പാട്ടീലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഭാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയും ഇവർ തന്നെ. ആര് തന്നെ? ജസ്റ്റിസ് ഭാത്തിമ ബീവിയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായ ആദ്യ മലയാളി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആദ്യ മലയാളി ഇദ്ദേഹം തന്നെ. ആര് തന്നെ? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം ലോങ്സ്റ്റ് സെർവിംഗ് ചെയർമാൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയും ആര് തന്നെ? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ മറന്നുപോകരുത്. 2025 നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ എന്നാണ് ഉത്തരം. വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്നവ ഏത് കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻ എ, പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ. 2, ഔദ്യോഗിക പദവിയിലേക്ക് പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ. 3, ശാരീരികമോ മാനസികമായ ബലക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ. 4, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. ഇവിടുത്തെ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്ന് കാണാം. 1, 2, 3, 4 4 കണ്ടീഷൻ കൊണ്ടാണ് രാഷ്ട്രപതിക്ക് ആരെ പുറത്താക്കാനായിട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ പുറത്താക്കാൻ അധികാരം നൽകി. ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകില്ല, ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതാണ് ചോദ്യം. താഴെ പറഞ്ഞതിൽ ഏത് കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർമാരെയോ നീക്കം ചെയ്യാൻ കഴിയുന്നത്? കാരണങ്ങൾ: 1, പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ. 2, ഔദ്യോഗിക പദവിയിലേക്ക് പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ. 3, ശാരീരികമോ മാനസികമായ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ. 4, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. 4 ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 3, 4 4 പ്രസ്താവനകളും ഇവിടെ ശരിയാണെന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പോ നമുക്കറിയാം കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരെയും എല്ലാം തന്നെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 14 നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുക. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 14(1) സെക്ഷൻ 14(1) ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുക. രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ കുറിച്ചുള്ള ഒരു ആരോപണം വന്നാൽ അന്വേഷിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീക്കം ചെയ്യേണ്ടതാണെന്ന റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ പ്രൂവൺ മിസ്ബിഹേവിയർ അതിന്റെ പേരിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെയോ കാരണത്താൽ രാഷ്ട്രപതിക്ക് ഒരു ഉത്തരവ് മുഖാന്തരം എന്ത് ചെയ്യാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ പുറത്താക്കാവുന്നതാണെന്നുള്ള ഓർത്തിരിക്കണം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ ഇൻഫർമേഷൻ കമ്മീഷണർമാരെയോ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പാപ്പരാണെന്ന് നിർധനനാണെന്ന് വിധിക്കപ്പെടുക. 2, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്ന ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക. ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ മറ്റേതെങ്കിലും ശമ്പളം പറ്റുന്ന ജോലിയിൽ ഏർപ്പെടുക. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ബലഹീനത കൊണ്ട് ഔദ്യോഗിക സ്ഥാനത്ത് തുടരാൻ അയോഗ്യനാകുക, അൺഫിറ്റ് ആണെന്ന് ബോധ്യപ്പെടുക. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ത് ചെയ്യുന്നത്? പുറത്തായേക്കാവുന്ന നടപടിയാണ് അല്ലെ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ
താല്പര്യങ്ങളോ ആർജിച്ചാലും ഒരാൾ എന്ത് ചെയ്യാം, തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടാം എന്ന് ഓർത്തിരിക്കണം. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകൾ ഏതാണെന്നാണ്. ഒന്ന്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചെയർമാൻ. രണ്ട്, മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മൂന്ന്, മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. 4, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ, ഉചിതമായ പ്രസ്താവന. ഒന്ന്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനാണ്. ഈ പ്രസ്താവന ശരിയാണ്. 2, മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. ശരിയാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്നുള്ളത് തെറ്റാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ളവരൊന്നും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നില്ല. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നവർ മറ്റ് പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, വനിതാ കമ്മീഷൻ മുതലായിട്ടുള്ള കമ്മീഷനുകളുടെ ചെയർമാൻമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 4, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗികമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അതും തെറ്റാണ്. വസ്തുത ശരിയാണ്, അംഗസംഖ്യ തെറ്റാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേരല്ല, അതിൽ 3 പേരാണ് അംഗങ്ങളായി വരുന്നത് എന്നോട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്രസ്താവനകളാണ് ശരി. 1ഉം 2ഉം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3(2) ആണെന്ന് ഓർക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഉത്തരം 5 സ്ഥിര അംഗങ്ങളും 1 ചെയർപേഴ്സണുമാണ്. അംഗങ്ങളുടെ എണ്ണം 5 സ്ഥിരാംഗങ്ങളും 1 ചെയർപേഴ്സണുമാണെന്ന് ഓർക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ ദേശീയ ഓർത്തിരിക്കണം, മറക്കരുത്, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, അധ്യക്ഷൻ ആരായിരിക്കണം? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ ജഡ്ജി പദവി സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരാളായിരിക്കും ചെയർമാൻ. ഓക്കെ ആണല്ലോ. മറ്റംഗങ്ങൾ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം. അംഗങ്ങൾ ആരെല്ലാം നോക്കുക. 1, സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം. 2ാമത്തെ അംഗം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജിയായ ഒരംഗം. ഹൈക്കോടതി, ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജിയായ ഒരംഗം. 2 പേര് കിട്ടിയല്ലോ. 3, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 പേർ. 3 പേരിൽ ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. അങ്ങനെ 3ഉം 2ഉം 5 ആണ് അംഗങ്ങളുടെ എണ്ണം. 1 ചെയർമാനും 5 അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നേരത്തെ ചോദിച്ചു ആ ഒരു ചോദ്യം. ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? 1, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണർമാർ എന്നിവരടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടും വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിച്ചത്. അപ്പോൾ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനായി തയ്യാറാക്കപ്പെടുന്ന നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്ന ഈ ഒരു സെക്ഷന്റെ കമന്റുകളും മറ്റും കൊണ്ട് നിങ്ങളുടെ കമന്റ് ബോക്സ് ഫില്ലാക്കുക. നമുക്ക് ഈ ഒരു കോഴ്സ് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, പോലീസ് ഡ്രൈവറിന്റെ തസ്തിക അടിസ്ഥാനമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് PSC ഡ്രൈവർ കോംബോ ബാച്ച്. പോലീസ് ഡ്രൈവർ മാത്രമല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ് ഓഫീസർ മുതലായിട്ടുള്ള മുഴുവൻ തസ്തികകളിലേക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡ്രൈവർ തസ്തികയിലേക്കുള്ള മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോ ബാച്ച് കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കോഴ്സിന്റെ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്താം. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സസ് ഫോർ ഓൾ ഡ്രൈവർ എക്സാംസ്, വീക്ക്ലി എക്സാംസ്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ട്സ്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, റെക്കോർഡിംഗ് ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാകാം. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡ്രൈവർ തസ്തിക, ഇനി യൂണിഫോം ഏതുമാകട്ടെ,
പോലെ ഒരു ഔദ്യോഗികമായ സർക്കാർ ഡ്രൈവർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ശാരീരിക കായിക ലൈസൻസ് യോഗ്യതകളെല്ലാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സുവർണാവസരം ലഭ്യമാകും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിൽ നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.